ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ഒന്നാമത്തെ പാഠം മുർഗി ഉഫ്ര ബുലാക്കെ എന്ന പാഠത്തിൽ രാജവന്തിയുടെ ചരിത്രഗത വിശേഷതയാണ്. നമുക്കറിയാം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിയേ, രാജവന്തി കുമാർ കി മാം ഹേ. രാജവന്തി കുമാറിൻ്റെ മാതാവാണ്. വഹയ്യക്ക് ഫല സ്ത്രീ ഹേ. അവരൊരു നിഷ്കളങ്കയായ സ്ത്രീ ആകുന്നു. മുർഗി കോ നൗക്കറാനി കെ സമാൻ നഹീം ബേട്ടിക്ക് സമാൻ പാൽത്തി. മുർഗിയെ നൗക്കറാനി ജോലിക്കാരിയായിട്ടല്ല, ബേട്ടി മകളെ പോലെയാണ് വളർത്തിയത്. വേ മുർഗി അപ്പനെ ഗർ കി സദസ്യ മാൻതിഥി. അവർ മുർഗിയെ അവരുടെ വീട്ടിലെ സദസ്യാംഗമായി കണ്ടു, അല്ലെ മാനിച്ചു. അടുത്ത നോക്കി, സഫി ബാത്തം പർ ധ്യാൻ കർത്തിഥി. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടായിരുന്നു, അല്ലെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. मुर्गी लड़के के साथ भागते समय वे उसकी भविष्य के बारे में सोचकर व्याकुल थी. മുർഗി ആൺകുട്ടിയുടെ കൂടെ ഓടിപ്പോയ സമയത്ത് അവളുടെ ഭവിഷ്യത്തെക്കുറിച്ച്, അതായത് ഭവിഷ്യ കാലഘട്ടത്തെ പറ്റി സോച്ചുകർ ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്തു. മുർഗി ലൗട്ടെ സമയം അപ്പനെ കോട്ടരിക്ക് ചാബി ദി. മുർഗി മടങ്ങി വന്നപ്പോൾ അവളുടെ മുറിയുടെ ചാബി നൽകി. മുർഗി ജീത്തെ സമയം തക്കെ സംരക്ഷൺ കർണേ കാ വചൻ ദിയ. മുർഗി ജീവിച്ചിരിക്കുന്ന സമയം വരെ സംരക്ഷിക്കാം എന്ന വചനം വാക്ക് നൽകി. രാജവന്തി കാ മൻ കരുണ സഹാനുഭൂതി പ്രേം സേ ഭരി. രാജവന്തിയുടെ മനസ്സെ കരുണയും അനുകമ്പയും സ്നേഹം കൊണ്ട് നിറഞ്ഞു. അവിടെ നോക്കിയ, രാജവന്തിനെ അപ്നെ പ്യാർ ഭരി ദൃഷ്ടി ഡാൽക്കർ ഏക് ലഡ്കി കോ ബചായ. രാജവന്തി അവരുടെ സ്നേഹനിധിയായ കണ്ണുകൾ എന്ന് വെച്ചാൽ ആ ഒരു വീക്ഷണത്തിലൂടെ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു. അത്രയും പഠിച്ചു വയ്ക്കായിട്ട് രണ്ടാമത്തത് ബേട്ടിക്ക് നാം എന്ന പാഠഭാഗത്തിൻ്റെയാണ്. ബഹാദുർ ഷാ ജഫർ കാ ചരിത്രഗതി വിശേഷത എക്സാമിന് കൊള്ളാം കേട്ടോ. ബഹാദുർ ഷാ ജഫറാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രഗതി വിശേഷത ചോദിച്ചിട്ടുണ്ട്, അത് ചോദിക്കാൻ കൊള്ളാം. വായിക്കാം. അന്തിമ മുഗൾ ബാദഷാഹാണ് അദ്ദേഹം, അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ്. അപ്പനെ ദേശവർ പരിവാർക്കെ പ്രതി ചിന്ത കർണേവാല. സ്വന്തം ദേശത്തിൻ്റെയും പരിവാർ കുടുംബത്തിൻ്റെയും നേർക്കെ ചിന്ത ഉള്ളവൻ ആയിരുന്നു. ബേട്ടിക്ക് പ്രതി പ്യാറെ. ബേട്ടിയുടെ നേർക്കെ പ്യാർ എന്ന് വെച്ചാൽ സ്നേഹം ഉണ്ടായിരുന്നു. ദില്ലിവാസിയോങ്കെ പ്രതി സഹാനുഭൂതി. ദില്ലിവാസികളുടെ നേർക്കെ അനുകമ്പ ഉണ്ടായിരുന്നു. ഉൻകെ ചരിത്രപ്പർ സാഹസി ആ ദേശപ്രേമി കാ സ്വർ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ സാഹസികൻ്റെയും ദേശസ്നേഹിയുടെയും സ്വരം ഉണ്ടായിരുന്നു. ദേശയ്ക്ക് ആസാദിക്കലിയെ തീവ്ര ഇച്ഛ. ദേശം സ്വാതന്ത്ര്യം ആകണം എന്നതിനു വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തു. അടുത്ത, ബേട്ടി കോ ദേഖ്ന और उसकी हालत पर വ്യതിതേ. ബേട്ടിയെ കാണാനും അവളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുകയും ചെയ്തു. കൈദി ബാപ്പ് കി മസ്ബൂരി പ്രകടേ. കൈദി എന്ന് വെച്ചാൽ തടവ് പുള്ളിയായ ഒരു അച്ഛൻ്റെ വിവശത പ്രകടമാക്കുകയും ചെയ്തു. അത്രയും പഠിച്ചു വെച്ചിട്ട് എഴുതണം കേട്ടോ. ആ പാഠത്തെക്കുറിച്ച് നല്ല എല്ലാ നോട്ട്സുകളും ഞാൻ തന്നിട്ടുണ്ട് വീഡിയോയിൽ. നെക്സ്റ്റ് നോക്കിയേ, സ്കൂട്ടർ വാലാക്കെ ചരിത്രക്ക് വിശേഷത ക്യാ ക്യാ ഹേ. സ്കൂട്ടർ വാലയുടെ ചരിത്രത്തിൻ്റെ വിശേഷതകൾ എന്തെല്ലാം? വകപ്പടക്കാ ഹുവാ പീർ എന്ന പാഠഭാഗമാണ് കേട്ടോ. നമുക്ക് ഞാൻ എഴുതി വയ്ക്കണം ടൈറ്റിലെ സ്കൂട്ടർ വാലാക്കെ ചരിത്രഗത വിശേഷത എന്നെഴുതുക. എൻ്റെ താഴേക്ക് നോക്കി, ഹമാരി സമാജമേം അമീർ ഗരീബ് ബൂരെ ഫലെ ആദി ലോഗ് ഹേ. നമ്മുടെ സമൂഹത്തിലെ പണക്കാരും പാവപ്പെട്ടവരും ഉള്ളവരും നല്ലവരായിട്ടുള്ള ജനങ്ങളും ഉണ്ട്. അധികാംശ ലോകെ അപ്പനെ ബാരമേ സോച്ചത്തെ ഹേ. ഇതിൽ കൂടുതൽ ജനങ്ങളും അവരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. കുച്ച് ലോകെ ദൂസരോം കെ ബാരമേ സോച്ച. കുറച്ച് ജനങ്ങൾ മാത്രം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നു. ഉൻപർ ദയ അവരെ പ്യാർ സെ ദേഖ. അവരുടെ ദയോടും സ്നേഹത്തോടും നോക്കിക്കാണുകയും ചെയ്യും. ദില്ലിക്ക് സടക്ക് പർ ഏക സ്കൂട്ടർ വാല രാഹഗീരോം കോ പാനി ദേക്കറെ പ്യാസെ ബുച്ചാത്തി. ദില്ലിയിലെ റോഡിലെ ഒരു സ്കൂട്ടർ വാല രാഹഗീറായ യാത്രക്കാരായ ആൾക്കാർക്ക് ജലം നൽകി അവരുടെ പ്യാസ് ബുച്ചാത്തി, ദാഹം ശമിപ്പിച്ചു. യഹ് കാം കർണേസെ ബഡി ഖുശി ഹേ. ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷം ആയിരുന്നു. അപ്പനി ഗരീബി മേഭി ബഹ ഗ്രാജുവേറ്റ് വെന. അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിലും അദ്ദേഹം ഗ്രാജുവേറ്റ് ആയിത്തീർന്നു. മാം കോ സംരക്ഷൺ കർണ. അമ്മയെ സംരക്ഷിച്ചു, ജോലി ചെയ്ത അമ്മയെ സംരക്ഷിച്ചു.
മശക് में पानी भर करे രാഹഗീറോं को देता है. തുകൽ സഞ്ചിയിലെ ജലം നിറച്ച് യാത്രക്കാർക്ക് നൽകി. സമാജ് മേ സേവ ഭാവെ ദിഖാനെ വാലെ കോ ചാഹ്താ ഹെ. സമൂഹത്തിലെ സേവാ ഭാവനകൾ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. മശക് വാല കി തരഹെ സബെ അച്ഛാ വ്യവഹാർ കരെങ്കെ. ആ മശക് വാലെ പോലെ എല്ലാവരും നല്ല പെരുമാറ്റം ചെയ്യുക. ഇസ്സെ സമാജ് കി ഉന്നതി ബെഡ്ജായ്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതി ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിൻ്റെ ഉയർച്ച ഉണ്ടാകും. എല്ലാവരും ആരെ പോലെയാണെങ്കിൽ മശക് വാലെ പോലെ ആണെങ്കിൽ. ഓക്കെ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ കൊള്ളാം എക്സാമിന് കേട്ടോ. പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഡേയിലെ ഒരു സമാചാരമുണ്ട് ഈ പാഠത്തിലെ. അതും രാജവന്തിയുടെ ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുർഗി എന്ന ക്യാരക്ടർ അവരുടെ ആത്മകഥ എക്സാമിന് ചോദിക്കാൻ കൊള്ളാം. അതും സമാചാറും കൂടെ നെക്സ്റ്റ് ഡേയിൽ തരും. ഓക്കെ, എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് കാണാം.